പഴയകാല ഓർമ്മകൾ പങ്കുവച്ച് പൊന്നാനി MES കോളേജ് 1984 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. BM കായലിന്റെ മനോഹാരിതയിൽ ഒത്തുചേർന്ന സംഗമത്തിൽ പഴയകാലത്തെ ഓർമ്മകൾ പങ്കുവയ്ക്കാനും പഴയ സഹപാഠികൾ മറന്നില്ല. 40 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് പൊന്നാനി MES 84 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നത്. ബാച്ചിന്റെ രണ്ടാമത്തെ സംഗമത്തിൽ പലരും ആദ്യമായാണ് കണ്ടുമുട്ടുന്നതും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതും. ഡിഗ്രി കുട്ടികളായിട്ട് തന്നെ മാറാനുള്ള ഒരു അവസരം ഇവിടെ സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് നമ്മളിപ്പോൾ ശരിക്ക് ശാരീരികമായിട്ട് നോക്കണ്ട, മാനസികമായിട്ട് എല്ലാവരും ഇപ്പോഴും പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലുണ്ടാകുന്ന കുറേ തമാശകളും രസങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഒരു നല്ലൊരു ഫീൽ എനിക്ക് കിട്ടി. ചെറിയ സംഗമത്തിൽ ഒത്തുചേരാനെത്തിയവർ പഴയ ആവേശത്തോടെയും ഊർജത്തോടെയും ഇരുന്നു. പലരും വർഷങ്ങൾക്ക് ശേഷം കാണുന്നവരായിരുന്നു. ഇതുപോലുള്ള കൂട്ടായ്മയിലൂടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും അടുത്ത സംഗമം വിപുലമായി നടത്തുമെന്നും കേരള വിഷൻ MDയും പൂർവ്വ വിദ്യാർത്ഥി കൂടിയുമായ M. രാജ്മോഹൻ പറഞ്ഞു. പൊന്നാനി MES കോളേജിൽ 1984 ബാച്ചിൻ്റെ ഒരു സംഘമാണിത്. ഇതൊരു ചെറിയ സംഘമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഏകദേശം 40ഓളം അംഗങ്ങളുണ്ട്. എന്നാൽ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ നിലവിൽ പലരും പല വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഒത്തുചേരാൻ സാധിച്ചിട്ടില്ല. ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ബാച്ചിലെ ടീം അംഗങ്ങളാണ് ഇന്നിപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത്. ഏറെ സന്തോഷങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. കുറേ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു. തുടർന്നും ഈ കൂട്ടായ്മ നല്ല രീതിയിലും മുന്നോട്ട് പോകണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അതിനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇന്ന് ഇത്തരം കൂട്ടായ്മകൾ ഒരുപാട് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളും ആ രീതിയിലേക്ക് ചിന്തിക്കാൻ ഉള്ള ഒരു തുടക്കം എന്ന രീതിയിലാണ് ഇവിടെ ഇന്ന് കൂടിയിട്ടുള്ളത്. ഇന്ന് ഈ സായം സന്ധ്യയിൽ ഈ കായലിൻ്റെ കൂടിച്ചേരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. മിഠായികൾ നുണഞ്ഞും മധുരം പങ്കുവച്ചും അധ്യാപകരുടെയും സഹപാഠികളുടെയും കൊച്ചു വികൃതികൾ പങ്കുവയ്ക്കാനും അവർ മറന്നില്ല. സെക്കൻഡ് ഗ്രൂപ്പിൽ കുറെ ഭംഗിയുള്ള പെൺകുട്ടികളുണ്ടായിരുന്നു. അപ്പൊ അവര് നീച്ചു പോകുമ്പോഴേക്കും അവരുടെ മുടി നിറയെ ഈർക്കലാവും. എന്താ കാരണം വെച്ചാൽ ഡെസ്കിന്റെ മുകളിൽ ഈർക്കലിന്റെ കഷ്ണം ഇങ്ങനെ വെക്കാന്നിട്ട് ഇങ്ങനെ എറ്റി കഴിഞ്ഞാൽ അവരെ ഇതിൽ ചെന്ന് തറച്ചിരിക്കും. അവര് പിന്നെ അവസാനം ഇതൊക്കെ കുടഞ്ഞ് പോകാൻ വലിയ പ്രയാസമാവുന്നു. ആ സമയത്ത് ഒരിക്കൽ ഇങ്ങനെ ഒരു ഹിന്ദി ടീച്ചർ ഉണ്ടായിരുന്നു. ഒരു ടീച്ചർ വന്നപ്പോൾ ഇങ്ങനെ കരുണാകരൻ ഒരു ഹിന്ദി വേറെ ഉബൈദ് സാറുണ്ടായിരുന്നു. ഉബൈദ് സാറിന് പകരം ഒരു ദിവസം ഒരു ടീച്ചർ വന്നു. അപ്പോൾ കരുണാകരൻ ഒരു ഏരോ വിട്ടു. ഈ ഏരോ വിട്ടത് ഈ ജനലിൽ കൂടി നമ്മുടെ പ്രിൻസിപ്പാള് കണ്ടു. കം ഹിയർ പറഞ്ഞു. എന്നിട്ട് ഒരൊറ്റപ്പടയാ. അപ്പോൾ കരുണാകരൻ തടുത്തു. കോൾ യുവർ ഫാദർ എന്ന് പറഞ്ഞു. നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞു കരുണാകരൻ മലയാളം അധികം പെട്ടെന്ന് ഇറ്റ്സ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. നോട്ട് പോസിബിൾ എന്നല്ല, ഇറ്റ്സ് ഇമ്പോസിബിൾ. അടുത്തു തന്നെ വലിയ രീതിയിൽ സംഗമം നടത്തുമെന്നും ഗുരുക്കന്മാരെ ആദരിക്കുന്ന ചടങ്ങുകൾ സംഘടിപ്പിക്കുമെന്നും സംഗമത്തിൽ തീരുമാനമായി. കൂടാതെ സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുമെന്നും സംഗമത്തിൽ പങ്കെടുത്ത പൂർവ്വ വിദ്യാർത്ഥികൾ അറിയിച്ചു. അങ്ങനെ BM കായലോരത്തെ പ്രകൃതിയുടെ മനോഹാരിതയ്ക്കൊപ്പം ഓർമ്മകളും വിശേഷങ്ങളും പങ്കുവച്ച് അവർ സമയം ചിലവിട്ടു. ഞാനെന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കരത്തുണ്ടാണ് കണ്ടതയ്യ. എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്, ഞാനൊന്ന് തൊട്ടപ്പോൾ. NCV ന്യൂസ് പൊന്നാനി. ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, തൃപ്രയാർ, ചാവക്കാട്, പുത്തനത്താണി.